മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്ത SIT തിങ്കളാഴ്ച അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് ചോദ്യം ചെയ്യൽ. 2025-ൽ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിൽ ചോദ്യം ചെയ്യൽ നടന്നു. പോലീസ് ആസ്ഥാനത്ത് വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ADGP H. വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ 8 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടെന്നാണ് വിവരം. ഡാൻ കുര്യൻ ചേരുന്ന വിവരങ്ങളുമായി. ഡാൻ, ഈ പോറ്റിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് SIT വീണ്ടും ചോദിച്ചറിഞ്ഞത്? തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്നതിനിടയിലാണ് വിശദമായ ചോദ്യം ചെയ്യൽ. 8 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യൽ പോലീസ് ആസ്ഥാനത്ത് വെച്ച് ഇന്നലെ രാവിലെ മുതൽ നടന്നത്. ക്രൈംബ്രാഞ്ച് മേധാവിയും SITയുടെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥനുമായ ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഈ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി 2025-ൽ ഈ സ്വർണ്ണപ്പാളികൾ അവസാനമായി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിലെ ചില ദുരൂഹങ്ങളടക്കം ചോദ്യം ചെയ്യലിൽ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് കൂടി വ്യക്തമായ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. കാരണം ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് ഈ റിപ്പോർട്ട് എത്തുമ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് പഴുതടച്ച രീതിയിലുള്ള വിവരങ്ങൾ അന്വേഷണ റിപ്പോർട്ടിലടക്കം കൈമാറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നടപടിക്രമങ്ങളെ സാധൂകരിക്കുന്നതിന്റെ ഭാഗമായി അവസാനമായി ചില സംശയങ്ങൾ കൂടി ദൂരീകരിക്കുന്നതിന് വേണ്ടി കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്തിരിക്കുന്നത്. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും സമഗ്രമായ റിപ്പോർട്ട് SIT അടുത്ത ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. ഈ കേസുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ആരോപണങ്ങൾ നമുക്കറിയാം. SITയുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നിരുന്നു. അതിലെ രാഷ്ട്രീയ ഇടപെടലുകളെ കുറിച്ചുള്ള അന്വേഷണം, അതോടൊപ്പം ഇതിന് പിന്നിലെ ഗൂഢാലോചന പത്മകുമാർ മാത്രമാണോ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, അതിനും അപ്പുറത്തേക്ക് ആരെങ്കിലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണമാണ് നടന്നത്. അങ്ങനെയെങ്കിൽ SIT കൊടുക്കുന്ന റിപ്പോർട്ടിൽ നിർണായകമായ ചില വിവരങ്ങൾ ഉണ്ടായേക്കാം. അതിൽ പത്മകുമാറിന് അപ്പുറത്തേക്ക് അന്വേഷണം ഇനിയും ആവശ്യമുണ്ട് എന്ന തരത്തിലുള്ള ഏതെങ്കിലും പരാമർശങ്ങൾ ഉണ്ടായാൽ അത് രാഷ്ട്രീയമായി ഉണ്ടാക്കാൻ പോകുന്ന കോളിളക്കങ്ങൾ ചെറുതായിരിക്കില്ല. എന്തായാലും തിങ്കളാഴ്ചയാകും ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് SIT കോടതിയിൽ സമർപ്പിക്കുക. തീർച്ചയായും ഡാൻ, നമുക്കറിയാം ഇതിനു മുൻപ് SIT കേസുമായി ബന്ധപ്പെട്ട് കേസ് ഉയർന്നു വരുന്നത് തന്നെ ഇടത് സർക്കാരിൻ്റെ കാലത്താണ്. അന്ന് ഇടതുപക്ഷത്തെ CPM-ന്റെ തന്നെ പല പ്രമുഖരുടെ പേരുകളും ഉയർന്നു വന്നിരുന്നു. പലരും ആരോപണ നിഴലായിട്ടുള്ളവരാണ്. പക്ഷേ അന്നൊക്കെ ഈ ആഭ്യന്തര വകുപ്പ് നമുക്കറിയാം ആരുടെ കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പല ഉന്നതരിലേക്കും അന്വേഷണം എത്തിയിരുന്നില്ല. പത്മകുമാർ അല്ലാതെ മറ്റാരും പ്രതിപട്ടികയിലേക്ക് വന്നുമില്ല. ഈ CPM നേതാക്കളുടെ ഒരു പട്ടിക എടുത്തു നോക്കിയാൽ ഏതാനും ചില ആളുകൾ മാത്രമാണ് പ്രതിപട്ടികയിലേക്ക് വന്നത്. പക്ഷേ എന്തായാലും ഈ അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ, അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള നീക്കം SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? ഇനി ചോദ്യം ചെയ്യലിനൊക്കെ ഉള്ള സമയം ഉണ്ടായെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് അത് നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ SP ശശിധരൻ ഉൾപ്പെടെയുള്ളവർ നേരിട്ടായിരിക്കും ഈ റിപ്പോർട്ട് കോടതിയിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് തന്നെ ഈ അവസാനപ്പെട്ട ചില ഭേദഗതികൾ കൂടി, അല്ലെങ്കിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് ഇതിലെ ഇത്രയധികം 2 തവണ സാവകാശം നീട്ടി ചോദിച്ചിരുന്നു. അന്വേഷണം അവസാനിപ്പിക്കുന്നതിനുള്ള സമയപരിധി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2 തവണ കോടതിയെ സമീപിച്ചപ്പോഴും അന്വേഷണ സംഘത്തിന് അനുകൂലമായ തീരുമാനമാണ് ഹൈക്കോടതി എടുത്തത്. അതുകൊണ്ട് തന്നെ ഇത്രയും സാവകാശം നൽകി വിശദമായ ഒരു അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അത് പഴുതടച്ച് ആ റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന് പറയുന്നത് SITയെ സംബന്ധിച്ചും അവർക്ക് മുമ്പിലും അതൊരു അനിവാര്യത തന്നെയായിരുന്നു. ഒരുപാട് വെല്ലുവിളികൾ, ഒരുപാട് സമ്മർദ്ദങ്ങളൊക്കെ അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അവർക്കും ഉണ്ടായതായാണ് ഉദ്യോഗസ്ഥർ തന്നെ പല അവസരങ്ങളിലും അനൌദ്യോഗികമായി വ്യക്തമാക്കിയത്. അങ്ങനെ സമഗ്രമായി നടത്തിയ ഒരു അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അടുത്ത ദിവസം കോടതിയിലേക്ക് എത്തുമ്പോൾ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തെളിവുകൾ അടക്കം അനിവാര്യമായി മാറും. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ നൽകിയ മൊഴി സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കൂടി ശേഖരിച്ചതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്തിമഘട്ട റിപ്പോർട്ട് SIT സമർപ്പിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ സംഭവങ്ങളുടെ ആസൂത്രണത്തിൽ പത്മകുമാർ മാത്രമാണോ പങ്കാളി, അതോ പത്മകുമാറിന് അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ അതിൽ ആരോപിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ, അത്തരം പരാമർശങ്ങൾ അന്തിമ റിപ്പോർട്ടിൽ ഉണ്ടായാൽ കോടതി അതിൽ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമായി മാറും. അത് രാഷ്ട്രീയമായി ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങളും ചെറുതായിരിക്കില്ല.
തീർച്ചയായും അതാണ് വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിച്ചൊരു കേസ് കൂടിയാണ്. ഡാൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും തെളിവുകൾ ശേഖരിക്കാൻ SIT കഴിഞ്ഞിട്ടുണ്ടോ? എത്ര അളവ് സ്വർണം ശബരിമലയിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഈ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ? നമുക്കത് സംബന്ധിച്ച് കുറച്ചുകൂടി രക്ഷപ്പെടേണ്ടതുണ്ട്. പക്ഷെ തെളിവുകൾ പരമാവധി ശേഖരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം നിലവിൽ നൽകുന്ന സൂചനകൾ. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോൾ, പത്മകുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ, അതോടൊപ്പം മരണപ്പെട്ട മുരാരി ബാബുവിനെ അടക്കം ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ടൊക്കെ വിശദമായ അന്വേഷണം നടന്നിരുന്നു. അങ്ങനെ ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പിന്നീട് കണ്ടെത്തിയതോടെയാണ് വിശദമായ അന്വേഷണത്തിനായി ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച തെളിവുകളുടെ പുറമെ വിശദമായ അന്വേഷണത്തിന് കൂടുതൽ സമയപരിധി വേണമെന്ന ആവശ്യം അന്വേഷണ സംഘം തന്നെ കോടതിക്ക് മുമ്പിൽ വെക്കുകയും കോടതി അത് ശരിവെക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിനുശേഷമാണ് വിശദമായ അന്വേഷണം നടന്നത്. അതിന്റെ ഒടുവിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് അടുത്ത ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇനി കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ SIT കണ്ടെത്തേണ്ടതുണ്ടോ? അത്തരം സൂചനകളൊന്നും ഒക്കെ ലഭിച്ചിട്ടില്ല. കാരണം ഇനി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു ദിവസം മാത്രമാണ് ബാക്കിയാകുന്നത്. അതിനകത്ത് ഇനി കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ശേഖരിക്കുമെന്ന കാര്യം അറിയില്ല. കാരണം ഇത് വളരെ സെൻസേഷണലായ കേസാണ്. മാധ്യമങ്ങൾക്ക് പോലും ചോരരുത് എന്ന കർശനമായ നിർദ്ദേശം ഹൈക്കോടതി നൽകിക്കൊണ്ടാണ് SITയെ ഇതിന്റെ അന്വേഷണം ഏൽപ്പിച്ചത്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത് പത്മകുമാറിൽ ഒതുങ്ങാത്ത തരത്തിലുള്ള ഏതെങ്കിലും പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടായാൽ അത് സംസ്ഥാനത്ത് അത് രാഷ്ട്രീയ തലത്തിലടക്കം ഉണ്ടാകാൻ പോകുന്ന ചലനങ്ങൾ ചെറുതായിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഡാൻ സൂചിപ്പിച്ചതനുസരിച്ച് ഈ പത്മകുമാറിൻ്റെ മൊഴികളിൽ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളിൽ പത്മകുമാറിനെ കൂടാതെ മറ്റാരുടെയെങ്കിലും ഉന്നതരുടെ പേരുണ്ടെങ്കിൽ, അത് ആ റിപ്പോർട്ടിലുണ്ടെങ്കിൽ അത് പക്ഷേ വലിയ കോളിളക്കം സൃഷ്ടിച്ചേക്കാം. CPMനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായ വലിയ തിരിച്ചടി ഉണ്ടാകാം, വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങിയേക്കാം. എന്തായാലും അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്തിരിക്കുന്നത്. 2025 സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിലെ വിവരങ്ങളടക്കമാണ് പോറ്റിയിൽ നിന്നും SIT ചോദിച്ചറിഞ്ഞത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.